അല്ല, ഈ സമയത്ത് എങ്ങോട്ടായി പോന്നേ? പ്രധാനപ്പെട്ടൊരു ജോലിയുണ്ട്. പോയിട്ട് പെട്ടെന്ന് വരാം. ചേട്ടാ സൂക്ഷിക്കണം. സാർ, ഇവരാണ് ഹൗസ് ഓണർ. പറയൂ സാർ. വീട് വാടകയ്ക്ക് കൊടുത്തു, ബാക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിയോളാം. രാജേഷ്, ശങ്കറിന് ഫോൺ ചെയ്. ശങ്കർ, പറയൂ സാർ. എത്ര പേരാ ഉള്ളത്? 2 പേര് സാർ. 2 പേരും അകത്താണല്ലോ? അതെ, അകത്താ. ഓക്കെ, കട്ട് ദി ലൈൻ. ലിസൺ ഗൈസ്. ലെറ്റ്സ് ഗോ. താങ്കൾ വരൂ. മാഡം, നിങ്ങൾക്ക് പോവാം. ആരാ? ഞാൻ ഹൗസ് ഓണർ. എന്താ ചേട്ടാ ഈ സമയത്ത്? നാട്ടിൽ എൻ്റെ അമ്മയപ്പൻ മരിച്ചുപോയി. ഞാൻ ഉടനെ പുറപ്പെട്ട് പോകണം. നാളെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഫാമിലിയോടെ വരുന്നുണ്ട്. അവർക്ക് ഈ ചാവി കൊടുക്കണം. മോൻ കാലത്ത് കൊടുക്കോ? തുറന്നോടാ. ആരാടാ നിങ്ങൾക്ക്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങളുടെ പ്ലാൻ എന്താ? പറയാനല്ല പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം നിനക്കെങ്ങനെ അറിയാം? പറടാ, പറ പറ പറടാ. എന്താ വേലു ഈ കാണിച്ചേ? ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ നിന്നെ ഒമാർ തീർക്കുമായിരുന്നു. ഇവർ ഏത് തീവ്രവാദത്തിൽ ചേർന്നവരാണ് സാർ? എത്ര പേര് മരിച്ചു സാർ? പോലീസുകാരെങ്കിലും മരിച്ചോ? ഇവിടെ അവർ വന്ന് എത്ര ദിവസമായി? എങ്ങനെയാ സാർ കണ്ടുപിടിച്ചത്? സാർ എന്നാ മിണ്ടാതിരിക്കുന്ന? ഞങ്ങളോട് മറുപടി പറയണം. പ്രശ്നമാരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞേ. ഇത് മാത്രം ഇവരെ അറിയിക്കേ. ഏരിയയിൽ ആരെങ്കിലും വന്നാൽ അവർ ആരാ എന്താണെന്ന് തിരക്കത്തുമില്ല, പോലീസിനെ അറിയിക്കത്തുമില്ല. അവരെവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയത്തില്ല. സംശയാതീതമായി കുറച്ചു പേരുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം വന്നു. ഞങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോ അവര് ഞങ്ങളെ ആൾക്കാരെ കുറച്ചുപേരെ വെടിച്ച് ഞങ്ങൾ അങ്ങോട്ട് വെടിച്ചു. സർ, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അവരാദ്യം വെടിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ചെന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് അല്ലേ സർ? സ്ഥിരം ഡയലോഗെന്നോ? ഞങ്ങളുടെ ഓഫീസേഴ്സ് 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ബൈക്ക് അങ്ങ് കയ്യിൽ പിടിച്ചാ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കോ. വെള്ളം കുടിക്കേ, വെള്ളം കുടിക്കേ. ഒരു വായുടെ. ഹായ് മോളെ. വരൂ ചേട്ടാ. എന്താ മോളെ, വല്ലതും കഴിച്ചോ?
കഴിക്കാൻ എന്താ വേണ്ടേ? കോഫി. നിങ്ങൾക്ക് സെയിം. എന്ത് പറ്റി ഡാഡി? ഡാഡിക്ക് അടി കൊണ്ടോ? എന്തിനാ കയ്യിൽ കെട്ടിട്ടിരിക്കുന്ന? ബൈക്കിന്റെ മേലേന്ന് താഴേക്ക് വീണോ? ഇതിനല്ലേ ഞാൻ പറഞ്ഞത് പുതിയ കാറ് വാങ്ങണമെന്ന്. പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡാഡി ബൈക്കിന്റെ മേലേന്ന് താഴേക്ക് വീഴില്ലായിരുന്നല്ലോ. ആദ്യം സ്കൂളിൽ പോ നോക്ക്, കാറൊക്കെ പിന്നെ വാങ്ങാം. ഹോം മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ കാറ് വരും. ഇങ്ങോട്ട് താ. തീവ്രവാദികളെ പിടിക്കാൻ പോയപ്പോ അവര് പോലീസുകാരെ വെടിവെച്ചു. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, വേലു വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഏയ്, എന്താ ഇത്? നീ മിണ്ടാതിരുന്നപ്പോ ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നീ മനസ്സിലാക്കിയെന്ന് കരുതി. പക്ഷെ നീ എന്താണെന്ന് വെച്ചാ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നു. അല്ല ചേട്ടാ, കുട്ടിയുടെ മുമ്പിൽ വെച്ച് കരഞ്ഞ അവള് പേടിച്ചു പോവും. കയ്യിലൊരു പരിക്ക് പറ്റിയാൽ ഇത്രയും വിഷമിക്കുന്നല്ലോ നീ. മരിച്ചുപോയ ഓഫീസേഴ്സിന്റെ കുടുംബത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച്. എടാ ദരിദ്രം പിടിച്ചോനെ, അവൻ ഉറങ്ങുന്ന കണ്ടില്ലേ? ഇങ്ങനെ പകല് കിടന്ന് ഉറങ്ങിയാലേ ഓഫീസിന് എങ്ങനെയാടാ മുന്നേറ്റം ഉണ്ടാവുന്നേ? നീയൊന്നും മിണ്ടാതിരിക്കടാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനേക്കാൾ നല്ലത് ഉറങ്ങിയ ശരീരം നന്നാവും. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തവളെ പോലെ കിടന്നിരുന്നിട്ട് അവന്റെ ഡയലോഗ് കണ്ടില്ല. സൈലൻസ്. ഹലോ, പറയൂ തോമ. എന്ത് ബോംബ് വയ്ക്കാൻ പോകുന്നു? ബോംബോ? കോത്തഗിരി, കുന്നൂർ, ഊട്ടി, എന്താ സാറേ പറയുന്നത്? 3 സ്ഥലത്ത് വയ്ക്കാൻ പോകുന്നു. അയ്യോ, ശരി, നീ ഫോൺ വയ്ക്കും, ഞങ്ങൾ ഉടനെ അവിടെ വരാം. എന്തെന്നാ ഇതൊക്കെ? ഉടനെ നമ്മള് ആ കോത്തഗിരിക്ക് പോയാണ്. പെട്ടെന്ന് വരൂ. പോകാം. ഈ അക്കൗണ്ട് നമ്പറിൽ ചൈൽഡ് ക്രോസിലുള്ള SS ബാങ്കില് 2 പ്രാവശ്യം പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി കോത്തഗിരിക്ക് അടുത്തുള്ള ചെല്ലമണിൻകോ പെട്രോൾ പമ്പിൽ ഫ്യൂവൽ ഫിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ 20-ാം തീയതി ഊട്ടിയിലുള്ള രാധിക ഏജൻസീസ് എന്നുള്ള പെട്രോൾ പമ്പിൽ വീണ്ടും പെട്രോൾ ഫിൽ ചെയ്തിരിക്കുക. അതുമാത്രമല്ല വേലു, 23-ാം തീയതി കുന്നൂരിലുള്ള കുമരൻ ആൻഡ് കോയിൽ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ചു മാറി ഒരു 40 കിലോമീറ്ററിനുള്ളിൽ ഒരു 3-4 പെട്രോൾ പമ്പുണ്ട്. പക്ഷെ ഒരു ബങ്കിൽ പോലും അവർ പെട്രോൾ അടിച്ചിട്ടില്ല. ബിക്കോസ് എല്ലായിടത്തും CCTV ക്യാമറാസ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ് പെട്രോൾ അടിച്ചിരിക്കുന്നുള്ളത് ഉറപ്പാണ്. പണം ഡെപ്പോസിറ്റ് ആയത് ഷെയറിംഗ് ക്രോസിലാണ്. ഇവന്മാരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ ഊട്ടി, കുന്നൂർ, കോത്തഗിരി. സോ ഇതിനു ചുറ്റുമാണ് ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ എന്താന്നാ ഒന്നും മനസ്സിലാകാത്തത്. യെസ് രാജ. ഓക്കെ രാജ, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. വേലു, നമ്മൾ ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ നമ്പർ, അതിന്റെ സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് ഊട്ടി ടവറിന് അടുത്ത് വരുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ, അമ്പലങ്ങൾ, തിയേറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇങ്ങനെ ജനങ്ങൾ അധികമായിട്ട് വരുന്ന സ്ഥലത്ത് വേണം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. പ്രഭു, എൻകൗണ്ടർ നടന്ന സ്ഥലത്ത് പോ.
അവിടെ എന്തെങ്കിലും എവിഡൻസ് കിട്ടുന്നു നോക്ക്. ഓക്കെ ഷുവർ. ജാനുക്കുട്ടി വന്ന് ഡ്രസ്സൊക്കെ മടക്കി വെച്ചേ. എന്തിന്? എന്തിനാന്നോ? ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു നിന്നോട്? എന്താ പറഞ്ഞത്? നീ തല്ല് മേടിക്കും. ആ, അമ്മ വലിയ പോലീസ് ഓഫീസർ അല്ലേ എന്നെ അടിക്കാൻ വരാൻ വേണ്ടി. നിക്ക്, നിന്നെ ഞാൻ വേലു എന്താണ്? കണ്ടില്ലേ വേലു, അമ്മ അടിക്കാൻ വരുവാ. കണ്ടോ ചേട്ടാ, നാട്ടിൽ പോണം ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. എന്താടാ, നാട്ടിൽ പോകുന്ന ഇഷ്ടമല്ലേ? എനിക്ക് ആ വില്ലേജിൽ പോകുമ്പോ ബോറടിക്കും വേലു. അവിടെ പോകുന്ന ഇഷ്ടമല്ല. ഷോ, നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ മുത്തച്ഛനെയും മുത്തച്ഛയും കാണാൻ വേണ്ടി മാത്രമല്ല. അവിടെയുള്ള ജനങ്ങൾ, അവരുടെ ജീവിത രീതി, നമ്മുടെ കൾച്ചർ, ഇതെല്ലാം നമുക്ക് അറിയണ്ടേ. നാട്ടിലാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, പിന്നെ അവിടെ ഒരു റിവർ ഉണ്ട്. അവിടെ നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോവാം. നീ നാട്ടിൽ പോവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാന്ന് വിചാരിച്ചതാ. വേലു വന്നാ ഞാനും വരാം. ഓക്കെ. എന്താ വേലു, എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാ ഇവരോട് രണ്ടുപേരോടും പോയിട്ട് വരാൻ പറഞ്ഞു. എന്താ സാറേ ഇത്? അറിയാതെ ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ അപ്പോഴപ്പോഴും വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു. ചുറ്റുമുള്ളവർ ഞങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും? തെറ്റായ ആൾക്കാർക്കാ വീട് കൊടുത്തത്. ഇപ്പൊ വിഷമിച്ചിട്ട് എന്ത് ചെയ്യാനാ? ശരി, അവർക്ക് എങ്ങനെ നിങ്ങളെ അറിയാം? ബ്രോക്കർ വിളിച്ചോണ്ട് വന്നു. ഇല്ലേ സർ, പുറത്ത് ടൂലറ്റ് ബോർഡ് വെച്ചിരുന്നു. വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് കൊടുത്തു. വീട് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് എടുത്ത് കൊടുക്കൂ. ആരാണ്, എന്താണ്, എവിടെ ജോലി ചെയ്യുന്നു, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ചേരിങ് സ്ട്രീറ്റിൽ സോഫ്റ്റ്വെയർ ജോലി ചെയ്യാനെന്ന് പറഞ്ഞു സർ. പുറത്തുനിന്ന് വരുന്നവർക്ക് വീട് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാരെ കുറ്റം പറയും. അവരെ കാണാൻ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് 2-3 പേര് വരാറുണ്ട്. അവരുടെ ഒപ്പം ഒരു പെണ്ണും വരാറുണ്ട്. അവരാരാ, എന്തെങ്കിലും ഡീറ്റെയിൽ അറിയോ? അവര് ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ശരി, ആളെ കാണിച്ച് അടയാളം കാണിക്കാൻ പറ്റുമോ? ആ, പറയാൻ പറ്റും മാഡം. ഇവിടെ ഉള്ളവരാരെങ്കിലും അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സർ. ഞങ്ങൾ പകൽ ഇവിടെ ഉണ്ടാവാറില്ല. അതെന്താ, പകല് ജോലിക്ക് പോകും? വേറൊരു സ്ഥലത്ത് വീട് കെട്ടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ അവിടെ പോകും സാർ. ഓ, വീട് കെട്ടി പാകിസ്ഥാൻകാർക്ക് വിൽക്കാൻ പോവുകയാണ്? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെന്താ നീ ജോലിക്ക് പോവാഞ്ഞേ? ഈ സംഭവത്തിന് ശേഷം വേറൊരാളെ ഞങ്ങൾ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല നോക്കിക്കോളൂ. അവരെങ്കിലും ആരാ എന്തെന്ന് അന്വേഷിച്ചായിരുന്നോ? അവര് നല്ല ആൾക്കാരാണ് മാഡം. ഞങ്ങൾക്ക് അവരെ നന്നായി അറിയാം. ശരി, ഇവിടെ താമസിച്ച ആൾക്കാരെ പറ്റി ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഉടനെ ഞങ്ങളെ അറിയിക്കും. ശരി, സർ. ലെറ്റ്സ് ഗോ. എക്സ്ക്യൂസ് മീ. നമസ്കാരം സാർ. ഞാൻ SI പ്രഭു. പറയൂ സാർ. നിങ്ങളുടെ MD ഒന്ന് കാണണമായിരുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിച്ചിട്ട് വരാം. യെസ്. മേ ഐ കം ഇൻ സാർ? യെസ്. നിങ്ങളെ SI കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വരാൻ പറയും. ഓക്കെ. നമസ്കാരം സർ. നമസ്കാരം. പറയൂ, ഇരിക്കൂ. താങ്ക് യു സർ. സുഖമാണോ? സുഖമാണ്. നിങ്ങൾ? എനിക്ക് സുഖം. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സർ. നിങ്ങളുടെ ഓഫീസ് എൻട്രൻസിൽ CCTV ക്യാമറ ഉണ്ടല്ലോ അല്ലേ? അതെ സർ. ഓഫീസിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് അറിയാൻ വേണ്ടി വെച്ചത്. വെരി ഗുഡ്. എൻകൗണ്ടർ നടന്ന ദിവസം മുതൽ 10 ദിവസം ബാക്കിലേക്കുള്ള ഫുട്ടേജ് ആവശ്യമുണ്ട്. ഒന്ന് തരാൻ പറ്റുമോ? തീർച്ചയായും. കുറച്ച് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. താങ്ക് യു സർ. പ്രകാശ്, മേ ഐ കം ഇൻ സർ? വരൂ. സാറിന് 10 ദിവസം മുമ്പുള്ള CCTV ഫുട്ടേജ് വേണോ? ശരി. നീ ഒന്ന് എടുത്തു കൊടുക്ക്. ഓക്കെ സർ. ഓക്കെ അല്ലേ സർ? പിന്നെ സാർ, എക്സ്ക്യൂസ് മീ സർ, ഇതാ സർ. അങ്ങ് ചോദിച്ച ഫുട്ടേജ്. ഓക്കെ സർ. താങ്ക് യു വെരി Okay, മച്ച്. sir. വീണ്ടും നമുക്ക് Thank you, sir. താങ്ക് യു. ഓക്കെ സർ. എന്താ കഴിക്കാൻ? കോഫി? ശ്വേതാ, ടേബിൾ നമ്പർ 4 ഓർഡർ എടുക്ക്. ഓ, അതെ, നല്ലൊരു കാപ്പി Order, please. സൂപ്പർ. എന്താ വേണ്ട? നിന്നെ വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് തന്നെ സംസാരിക്കുന്നത്. നിന്നെ വേണ്ട. ചെറിയച്ചാ, അളിയാ, ചെറിയച്ഛനെ വിളിക്കണേ. ചെറിയച്ഛനാണെങ്കിൽ നമുക്ക് അമ്മാവനല്ലേ? ഛീ. എന്റെ ഫ്രണ്ടിന്റെ മോനെ 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 മോനെ. വേണ്ട മോനെ, അങ്ങ് ക്ഷമിച്ചേക്ക്. അവള് പുതിയതായിട്ട് വന്നതാ. നിങ്ങളെ പറ്റി അവൾക്ക് നന്നായിട്ട് അറിയില്ല. ഒന്നും പറ്റില്ല. എന്റെ ഫ്രണ്ട് അവളെ അടിച്ചില്ലേ, അവളെ അടിക്കണം. അടി ഞാൻ വാങ്ങിച്ചോട്ടെ. വിട്ടടാ, വിട്ടടാ. മെല്ലെ വിട്ടോ. നീ വാ. വാ വാ വാ. വളരെ നന്ദിയുണ്ട് സാറേ.
എന്താ സാറേ, വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഒരു കോഫി കിട്ടുമോ? ഏയ് എന്താ സാറേ ഈ പറഞ്ഞത്? ഇരുന്നാട്ടെ മോളെ ചെല്ല്, ഒരു കോഫി എടുത്തോളൂ. ഇരുന്നാട്ടെ. ആരായി കുട്ടി? പുതിയതാണല്ലോ. ഫ്രണ്ടിന്റെ മോളാ സാറേ. റീസെന്റ് ആയിട്ട് അദ്ദേഹം മരിച്ചുപോയി. ഒരേ മോള്. എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ ചേർക്കണം. അതുവരെ ഇവിടെ താമസിക്കട്ടെന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്നാ. കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ ഓക്കെയാണ് സാർ. എന്തിനാ അതുപോലെ തെണ്ടികളൊക്കെ അകത്തേക്ക് അനുവദിക്കുന്നത്? കസ്റ്റമേഴ്സ് ചിലർ അങ്ങനെയൊക്കെയാണ് സാറേ. സാറ് കാപ്പി കുടിച്ചട്ടെ. താങ്കൾ കാപ്പി കുടിക്കൂ, ഞാൻ കൗണ്ടറിൽ. ആ ശരി, ഇരിക്കേ. ആ എത്ര വരെ പഠിച്ചു? BSc കെമിസ്ട്രി. ഇത്രയും പഠിച്ചിട്ട് ഇവിടെ വരുന്നവരിൽ നല്ലവരാരാ റൗഡീസ് ആരാണെന്ന് പോലും അറിയില്ല നിങ്ങക്ക്? നല്ലവനാണോ റൗഡിയാണോന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? വളരെ നന്ദിയുണ്ട് സാറേ. സർ, ഇനി നിങ്ങൾക്ക് ആ പിള്ളേരെ കൊണ്ട് ഒരു പ്രശ്നവും വരില്ല. കോഫിക്ക് എത്രയാന്ന് പറയൂ. അത് സാരമല്ല സാർ. അല്ലല്ല, നിങ്ങൾ പറയേ. ഇല്ല വേണ്ട സാറേ. നിങ്ങൾ പറയേ. 20 രൂപ സാറേ. ഓക്കെ, നന്ദി. താങ്ക് യു. ഇന്നലെ ഒരു ഫോർമുല ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ചെക്ക് ചെയ്തോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ബോസ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോർമുലയും. ഇന്നലെ ഞാനൊരു ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി കഴിച്ചു. അടിപൊളിയായിരുന്നു. ചിക്കനും മട്ടനും പിന്നെ അതിന്റെ നടുവിലൊരു എഗ്ഗും. അയ്യോ, അതിന്റെ രുചി ഇനി വായിന്ന് പോയിട്ടില്ല ബോസ്. ഞാൻ ചോദിച്ചപ്പോ അത് ഫോർമുല എന്നാ പറഞ്ഞത്. വീട്ടിൽ അമ്മ കേസരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു നോക്കി. ചോദിച്ചപ്പോ പറയാ ഫോർമുലാന്ന്. TV കണ്ടുകൊണ്ടിരിക്കായിരുന്നു ബോസ്. അപ്പൊ അതിൽ കാർ റേസിംഗ് ഉണ്ടായിരുന്നു, അതിലും പറഞ്ഞത് ഫോർമുലാന്നാ. എല്ലാവരും ഫോർമുലാന്നാ പറയുന്നെങ്കിൽ എല്ലാവരും സയന്റിസ്റ്റ് ആയിരിക്കണ്ടേ? നിങ്ങൾ എന്തിനാ വെറുതെ വെള്ളക്കോട്ടിട്ട് നടക്കുന്ന ബോസ്? അവരെ ഫോർമുല എന്റെ ഫോർമുല ഒന്നാണോടാ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ദേശമാക്കാൻ ഞാൻ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫാമിലിയും അവരെ ഫാമിലിയും കമ്പയർ ചെയ്യുന്നു. കൊരങ്ങ, കിഴങ്ങ, മര, കഴുത. പോ, വെളിയിൽ പോ. ഇനി ഇങ്ങോട്ട് കാലുകുത്തരുത്. ചോദ്യം ചോദിച്ചാൽ പുറത്തു പോകാൻ പറയും. Stupid. തിന്ന് തിന്ന് ശരീരം മാത്രം വളർത്ത് ബുദ്ധി വളർക്കാത്ത യുവമാർക്ക് വേണ്ടി ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കി ബുദ്ധി ഉള്ള മനുഷ്യർ മാത്രമുള്ള ഒരു ഇന്ത്യ മഹാസാമ്രാജ്യത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് സയന്റിസ്റ്റായ ഞാൻ. സാർ, നമുക്ക് ബോംബെയിൽ നിന്ന് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡീൽ ചെയ്യണം. ചെയ്യാലോ? ഇൻഫോർമർ. ഹലോ, പറഞ്ഞാട്ടെ. റിയലി ഉള്ളതാണോ? താങ്ക് യു. ഞങ്ങൾ ഉടനെ വരാം. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ട് പോണം, എന്നിട്ട് അവനെ പിടിക്കണം. ഓക്കെ, പിടിക്കാം. ഞൊട്ടും. ഇതിനു മുമ്പ് ഒരു പ്ലാനും ചെയ്യാതെ ഒരു തീവ്രവാദിനെ പിടിക്കാൻ പോയിട്ട് ഒരു കള്ളുകുടിയന്റെ വീട്ടിൽ പോയി ചെന്ന് പെട്ടിട്ട് അന്ന് അവന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയില്ലേ? അതൊന്നും പോരാഞ്ഞിട്ടാ? ഇത് മാത്രം ഓർമ്മയുണ്ടല്ലേ? അതെ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് നേരെ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഐഡിയ ചോദിച്ച് എന്നിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി അവനെ പിടിക്കുന്നു. എന്നിട്ട് പോലീസിന്റെ കൊടുത്തിട്ട് മെഡൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോരുന്നു. അവൻ പറയുന്നത് ശരി. വാ, പോകാം. Very good. പോകാം. ഹൽക്ക്, ബൾക്കായിരുന്നാ മാത്രം പോരാ, ബ്രൈറ്റ് ആയിരിക്കണം. എന്താണ് ഇത്ര ഡള്ളായിരിക്കുന്നത്? ഒരു ശാപ്പാട് കൂടെ മേടിച്ചു തരാതെ പുലർച്ചെ 4 മണി വരെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കാൻ പറയുന്നില്ലേ? പിന്നെ എങ്ങനെ ഉറങ്ങാതെ ഈ കട നോക്കിക്കൊണ്ടിരിക്കുക? എന്തിന് കടയാ? വാട്ട് നോൺസെൻസ്. ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആര്യഭട്ട അനന്തുവിന്റെ സയൻസ് ലാബിനെ കട എന്ന് പറഞ്ഞല്ലോടാ. അത് രണ്ടും ഒന്ന് തന്നെ. അതേടാ, മുതുമലക്കാട്ടില് തേരാപാര നടന്നപ്പോ അന്ന ആനയെ കൊണ്ടുവന്ന് ഈ ലാബ് ഞാൻ വിട്ടില്ലേ? നീ ഇതും പറയും, ഇതിന് മേളിലും പറയും. യു നോ വാട്ട് ഈസ് ദിസ്? ആർക്കറിയാനാ, നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ജുറാസിക് പാർക്ക് ഡൈനോസറിന്റെ യൂറിൻ. 600 വർഷത്തിന് മേളിൽ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഡള്ളാണെന്ന് ഫീൽ ആവുമ്പോ ഉടനെ ഇത് മണത്ത് നോക്കൂ. ഡള്ളായിരിക്കുമ്പോ മണത്ത് നോക്കടാ. ഓക്കേ. നമസ്കാരം. ഐ ആം ഗ്രേറ്റ് സയന്റിസ്റ്റ് ആര്യഭട്ട അനന്ത്. താങ്കളല്ലേ ഡോക്ടർ? അതെ. താങ്കളെ പറ്റി എന്റെ ഫ്രണ്ട് ടോം ക്രൂയിസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പോലെ സയന്റിസ്റ്റിന്റെ അഡ്വൈസ് എല്ലാം അലക്ഷ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് അസംഭാവിത നടക്കുന്നത്. വലിയ ടെററിസ്റ്റ്, നക്സലൈറ്റ്സ്, ബോംബ് ബ്ലാസ്റ്റ്, ഫ്ലൈറ്റ് ഹൈജാക്സ്.
ഇതെല്ലാം തടയാൻ പോകുന്ന പോലീസ്, മിലിറ്ററി, അവർക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നാട്ടിന്റെ ഫണ്ടെല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ സമയത്ത് ഞങ്ങളെ പോലെ സയന്റിസ്റ്റിന്റെ ബ്രെയിൻ എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യണം. സാർ ഒരു കാര്യം ചെയ്യോ, ആ ബ്രെയിൻ ഒന്ന് അഴിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾക്കത് ഫ്രൈ ചെയ്ത് കഴിക്കാനാ. മട്ടൺ ബ്രെയിൻ ആണ്ടാ കഴിക്കേണ്ട, മനുഷ്യന്റെ ബ്രെയിൻ അല്ല. വാട്ട് എ നോൺസെൻസ്. സോറി സാറേ. എടാ വെറുതെ ഇരിക്കുന്നുണ്ടോ? സർ, താങ്കൾ പറയുന്നത് കറക്റ്റ്. പല സമയം ഞങ്ങൾ ഈ ടെററിസ്റ്റ് പിടിക്കാൻ പോയി ഒരുപാട് പ്രശ്നങ്ങളിൽ മാറ്റി. സയന്റിഫിക് ആയിട്ട് വല്ല ഐഡിയയും തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമാവും. ഇതിനു മുമ്പേ താങ്കൾ ഇതുപോലെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്തിനാ ഒളിച്ചു വെക്കുന്നേ? ചുമ്മാ ഇരിക്കണം. സയന്റിസ്റ്റിന്റെ അടുത്തും ജേർണലിസ്റ്റിന്റെ അടുത്തും കള്ളം പറയാൻ പാടില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ അദ്ദേഹം എന്തെങ്കിലും ഐഡിയ തരുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പുതിയതായി ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് എ ന്യൂ ടെക്നോളജി. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല. മോർ ദൻ ഓൾമോസ്റ്റ് 25 years ആയിട്ട് എന്റെ ബ്രെയിനിൽ തന്നെ ഇരുന്ന് ഞാൻ തനിയെ ആലോചിച്ചുണ്ടാക്കിയതാണ്. ഇറ്റ്സ് എ കാർ. സീ, കാർ കാർ. എന്താ സാറേ, അവർക്ക് മാത്രം കാർ കൊടുക്കുന്നു? എനിക്കും കുട്ടികളൊക്കെ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും താ. വാട്ട് നോൺസെൻസ്. ഇതെന്താ ഡമ്മി കാർന്ന് വിചാരിച്ചു? അതോ പ്ലാസ്റ്റിക് കാർന്ന് വിചാരിച്ചു? കൂൾ ഡൗൺ ഒന്ന് ഇരുന്നാട്ടെ സാറേ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് എന്താ ടെൻഷൻ ആക്കുന്നത്? ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ മൂക്ക് ഞാൻ വലിക്കും. മാറിക്കേ. All of watch the TV. Please watch. എങ്ങനെയുണ്ട്? ഇതാണ് എന്റെ സയൻസ് മാജിക്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തില്ല? ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. ദിസ് ഈസ് ദ റിമോട്ട്. ഇത് കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുവിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാം. ഓക്കെ. Thank you, sir. Thank you, sir. All the best. Thank you, sir. ഒരുപാട് All the best. താങ്ക് യു സർ. വേഗം. ഹലോ, എക്സ്ക്യൂസ് മീ. മട്ടൺ ബ്രെയിനേ കഴിക്കാവൂ, മനുഷ്യന്റെ ബ്രെയിൻ കഴിക്കരുത്. ശരി സാർ. എന്താടാ, ഉള്ള ഒരു കാർ അവർ കൊടുത്തെന്ന് ഫീലായോ? ഡോണ്ട് വറി, നിനക്ക് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ റെഡി ചെയ്യുന്നുണ്ട്. നീ പോയി ആ ചിക്കാഗോ മൈക്ക് എടുത്തോണ്ട് വാ. പോ. മോളെ ഒന്ന് നോക്കിക്കോ, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ശരി ചെറിച്ച. വേലു, ഈ സമയത്ത് നമ്മൾ സാധാരണ പാർക്കിലല്ലേ പോവാറ്? ഇവിടെ എന്തിനാ വന്നത്? അല്ല, നമ്മൾ യൂഷ്വലായിട്ട് പാർക്കിലാ പോകുന്നത്. ഒരു ചേഞ്ച് വേണ്ടേ, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാം എനിക്ക് വാങ്ങിത്തരോ? എടി ജാനിക്കുട്ടി, നീ ചോദിച്ചാൽ ഞാൻ എന്തും വാങ്ങിച്ചു തരും. നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. എന്താടാ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ? ഓർഡർ ചെയ്തില്ലേ? ഇപ്പൊ ഇങ്ങെത്തും, വെയിറ്റ് ചെയ്. ഹലോ, എന്താ ഇത്? ദോശ. ഞാൻ ചോദിച്ചത് ആപ്പല്ലേ? സോറി സർ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അപ്പം കല്ലിൽ ഒട്ടിപ്പിടിച്ചു പോയി. എടുക്കാൻ പറ്റിയില്ല സർ. കുട്ടിയെ കണ്ടപ്പോ നല്ല വിശപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഉണ്ടായിരുന്ന ദോശ ഞാൻ എടുത്തോണ്ട് വന്നത്. രണ്ടും ഒരേ മാവല്ലേ സർ? ആ കഥയൊന്നും ഞങ്ങളുടെ അടുത്ത് പറയണ്ട. നമ്മൾ ചോദിച്ചതൊന്ന് ഇയാൾ കൊടുക്കുന്നു. ശരി, വീട് പോട്ട്, നീ കഴിക്കടാ. ഓക്കേ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ. യെസ്. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. പിസ്സ ഉണ്ടോ? ബർഗർ ഉണ്ടോ? ഇല്ല. പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ളത്? ഇഡ്ഡലിയുണ്ട്, ബോണ്ടയുണ്ട്, പറോട്ടയുണ്ട്, റൊട്ടിയുണ്ട്, ഉഴുന്ന വടയുണ്ട്. അയ്യോ വേലു, ഇവിടെ എല്ലാം രാവിലെ അവരുണ്ടാക്കി വെച്ചതായിരിക്കും. ഈ കാര്യം നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്മേറ്റ് സായ പറഞ്ഞത്. ഈ കാര്യം സായിക്ക് എങ്ങനെ അറിയാം? അവന്റെ ഡാഡി അവനോട് പറഞ്ഞത്. ശരി, അവന്റെ ഡാഡിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇല്ല മോളെ, നമുക്ക് അങ്ങനെയൊന്നും തരില്ല. ഒരു ദോശ, ഒരു കോഫി. ഓക്കേ. നമ്മുടെ കയ്യിൽ കുടുങ്ങി. എടാ, ആരാടാ വരുന്നത്? ഒരു പിടിയില്ല. അല്ല, ഞാൻ ആരാണെന്ന് അറിയോ? എടാ ധർമ്മ,
നീ എന്തിനാടാ ഊട്ടിയിൽ മുറിയെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മിനിസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ ഇരിക്കുന്നേ? ആ പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ പദ്ധതി എല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുക. ഈ തെളിവൊക്കെ കമ്മീഷൻ ഓഫീസിൽ പോയാലേ നിന്നെ അപ്പൊ തന്നെ വന്ന് അറസ്റ്റും ചെയ്യും, എന്നിട്ട് ജയിലിൽ പിടിച്ചിടുകയും ചെയ്യും. എന്നിട്ട് നീ അവിടെ ഉണക്ക പൊങ്കൽ തിന്നേണ്ടി വരും. അളിയാ ജയിലിൽ പൊങ്കലൊക്കെ തരുമോ? എടോ ഒരു റൈമിങ്ങിന് അങ്ങ് പറഞ്ഞു. ടൈമിംഗ് ആണെങ്കിൽ നിനക്ക് പൊറോട്ട എന്ന് പറഞ്ഞുകൂടെടാ? എനിക്ക് പൊറോട്ട ഇഷ്ടമാണെന്ന് നീ കുത്തി കാണിക്കണം. അതെ, രാവിലെ നീ ഒരു 10 പൊറോട്ട തിന്നില്ലേ? തികഞ്ഞില്ലല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യാനോടോ? നോക്ക്, നമുക്ക് തെളിവ് കിട്ടിയല്ലോ. അത് നശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകാം. നോക്കി നിൽക്കാതെ പോയി പിടിക്കടാ അവരെ. ഏഞ്ചലിന നീ ഒന്ന് കളിക്കണം. അതെ സാറേ, അതെ സാറേ, ഇത് വെറും കളിപ്പാട്ടോ. ഞങ്ങള് ഡിറ്റക്റ്റീവ്സ്. ഈ കാർ വെറുതെ കളിക്കാൻ വേണ്ടി. പറഞ്ഞേക്ക്, ഞങ്ങൾ ഡിറ്റക്റ്റീവ്സാ. എന്ത് പ്രഭു, ആ ഹൗസ് ഓണർ ലേഡി പറഞ്ഞതുപോലെ ആ ഫുട്ടേജിൽ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പറുത ഇട്ടിരിക്കുന്നുണ്ട്, ശരിക്കും അടയാളം കിട്ടുന്നില്ല. ഇടയ്ക്ക് ഈ CCTV കട്ടായത് പർപ്പസ് ആയിട്ട് ചെയ്തതായിരിക്കും? ഇല്ല വേലു, പർപ്പസ് ആയിട്ട് കേബിൾ TV സ്റ്റേഷനിൽ പവർ കട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് തീർച്ചയായും പവർ ഫെയിലിയർ തന്നെ. നമ്മൾ എൻകൗണ്ടർ ചെയ്ത വീട്ടിലുള്ള 4 പേരല്ലാതെ വേറൊരുത്തരം വന്നു പോകുന്നുണ്ട്. അവന്റെ ഫോട്ടോന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാ സ്റ്റേഷനിലും കൊടുത്തേക്ക്. അവൻ ആരാണെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയണം. ഓക്കെ. പിന്നെ ഏതൊക്കെ ATM-ൽ എത്ര പണം എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണം. ആ ATM-ലുള്ള എല്ലാ CCTV ഫുട്ടേജും വേണം. ഓക്കെ ഓക്കെ. എന്താ സാറേ നോൺസെൻസ്? ഒരു ബോൾ എടുത്ത് കളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഇത് ബോൾ അല്ലടാ, ബോംബാണ്. ബോംബോ? ഇങ്ങത്തോ എന്റെ അമ്മച്ചിയെ. Yes, എന്റെ ഈശ്വര. it's not a normal bomb. Just watch the TV. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല സാറേ. എന്തായി ആ കാർ സംഭവം? അത് സാർ, അത് ആസിറ്റീസ് പൊളിഞ്ഞു പോയി സാർ. ആര്? ഞാനേ റിമോട്ടില് ബാറ്ററി ഉള്ളിലുണ്ടെങ്കിൽ ചാർജ് പോകുന്ന വിചാരിച്ച് എടുത്ത് പോക്കറ്റിനകത്ത് വെച്ചു. ഉള്ളതാ. ഇതാ കണ്ടോ, ഞാൻ കാണിക്കാം. ഇതാ. ബോസേ, വേറൊരു കാര്യമുണ്ട്. ഇതിന് 50 രൂപ കമ്പനിക്ക് ഞാൻ 50 രൂപ സേവ് ചെയ്തിരിക്കുക. 50 രൂപ കമ്പനിക്ക് സേവ് ചെയ്ത് കമ്പനിയുടെ ഓണറിന്റെ ലൈഫ് പോയില്ലടാ. അയ്യോ അമ്മ. വാട്ട് നോൺസെൻസ്. Always you are doing like this. കുറച്ച് ഷാർപ്പ് ആയിട്ടിരിക്കണ്ടേ? ഷാർപ്പൊക്കെ ആയിരുന്നു ഞങ്ങള്. ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോകുമ്പോ ഇതുപോലൊക്കെ സംഭവിക്കില്ലേ? ഞാനാണെങ്കിൽ സ്ലിം ആയതുകൊണ്ട് എവിടെങ്കിലൊക്കെ ഊരിനിറങ്ങി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വെറുതെ ഇരുന്ന് തിന്നു വന്നേ, വണ്ണം കുറയ്ക്കുന്നില്ല. ഇനി ഞാൻ അരിയെല്ലാം കട്ട് ചെയ്തിട്ട് ചപ്പാത്തി മാത്രം കഴിച്ച് ജിമ്മിൽ പോയി ജിംനാസ്റ്റിക് ഒക്കെ ചെയ്ത് നമ്മുടെ അല്ലു അർജുനെ പോലെ സൂപ്പർ ആയിട്ട് റെഡിയാവും. എന്താ ദുൽഖർ സൽമാൻ ആർക്കും വേണ്ടേ? മോന്ത കണ്ടില്ലേ? അമേരിക്കയിൽ നാസയിൽ എനിക്ക് $40,000 ശമ്പളം തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. കാരണം എന്റെ ഈ ദേശത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ എന്നെ ടോർച്ചർ ചെയ്യുന്നല്ലോ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഈ ബോൾ മാറ്റർ എങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 3 പേർക്ക് ഞാൻ ഇഞ്ചക്ഷൻ ഇട്ട് കൊരങ്ങാക്കി അകത്ത് വെച്ച് ടെസ്റ്റ് ട്യൂബിൽ ലോക്ക് ചെയ്യും. Get out. All the best. താങ്ക് യു സർ. ബോൾ പ്ലീസ്. ഓക്കെ സർ, താങ്ക് യു സർ. നീ മാടി മോളെ, നമുക്ക് പോവാം. എന്താടാ ആലോചിക്കുന്നത്? അമേരിക്കയിൽ പോയിട്ട് റഷ്യയിലേക്ക് ഒരു ബോംബ് വെച്ചാലോന്ന് ആലോചിക്കുക. ആദ്യം നീ ഓഫീസിലിരുന്ന ബോംബൊന്ന് നിർത്ത്. ഇറ്റ്സ് അൺസൈക്കബിൾ. ആ ബോംബെങ്കിലും ഇട്ട ചത്തുപോകും. ഇത് ദിവസവും ചാവേണ്ടിയിരിക്കുന്നു. പോടാ, പോയി ആ കുരങ്ങിനെ എടുത്തോടാ പോ. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ എന്നെയാണോ ഷൂട്ട് ചെയ്യുന്നത്? റൗഡി ഷൂട്ട് ചെയ്യടാ. ഓഹോ, റൗഡികളെയോ? സോറി ബോസ്. എല്ലാരും ഒന്ന് ചിരിച്ചേ. ആരാടാ നിങ്ങളൊക്കെ? ഏയ്, ഞങ്ങളെ കണ്ട
എന്തു തോന്നുന്നു? മാജിക് കാണിക്കാൻ വന്ന പോലെ ഉണ്ടടാ. നോ. ജെയിംസ് ബോണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി, ഊട്ടി. എടോ, അത് ജാം ആവുന്നല്ലോ. അപ്പൊ ഷോർട്ട് ആയിട്ട് പറ. ഏജന്റ്. ചേട്ടാ ഏതോ മിമിക്സ് പരേഡുകാരാന്നാ തോന്നുന്നേ. ഇതെന്താണെന്നറിയോ? അത് കുട്ടികൾ കളിക്കുന്ന ബോളല്ലേ? എടാ കരടി, തമാശ അടിക്കുകയാണോ? ഇത് ബോളല്ലടാ, ബോംബ്. അതിലും ആ പച്ച ബോളില്ലേ, അത് പൊട്ടി തകർന്ന് മുകളിലേക്ക് പോയി വലിയൊരു കൊട വന്ന് ഞങ്ങളെ 4 പേരെ മാത്രം രക്ഷപ്പെടുത്തി അങ്ങ് കൊണ്ടുപോകും ബോസ്. ഈ ബോംബ് മേലെ എറിഞ്ഞെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ആ സ്പ്രേ നിങ്ങളുടെ മേളിൽ കൊണ്ടാൽ നിങ്ങൾ എല്ലാരും ശില്പമായി പോകും. എന്താടാ കുപ്പത്തൊട്ടിന്ന് ബോൾ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും പേടിപ്പിക്കാൻ നോക്ക? എടാ ഇങ്ങോട്ട് വാടാ. അവരെയൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് ആ പെൺകുട്ടിയെ മാത്രം ഇങ്ങ് പിടിച്ചോണ്ടുവന്നേ. അയ്യോ ബോസ്, ഇവര് മോഷ്ടിക്കാൻ ശ്രമിക്കാണ്. അല്ല എന്താണ് നിങ്ങൾ പെട്ടെന്ന് നിന്നേ? നിങ്ങളെ കണ്ട് പേടിച്ച് ഓടിപ്പോയതാണെന്ന് കരുതിയല്ലേ? അല്ലാതെ നിങ്ങളെ ഞങ്ങളുടെ കളത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ട്രാപ്പ്. ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ബോസ് ചെയ്ത പ്ലാനാ. ബോസ് ഇനി എന്തിനാ താമസിപ്പിക്കുന്നേ? എറിയോ ബോംബ്. പിടിച്ചോ. ചേടാ തെറ്റായ ബട്ടൺ ഞെക്കിയിലൂടെ ടോം ക്രൂസ് എന്ത് ചെയ്യും? എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തോന്നാടാ ഇത്? സ്പ്രേ നിങ്ങളുടെ മേത്ത് വീണ് നിങ്ങൾ ശരിയാകുമെന്ന് കരുതിയ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് രക്ഷപ്പെട്ടല്ലോ. ഈ സ്പ്രേ മാറ്റർ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് അവന്റെ മുന്നിൽ വെച്ച് എല്ലാം നീ തന്നെയല്ലേ പറഞ്ഞ. അതുകൊണ്ട് അവരെല്ലാം കോട എടുത്തിട്ട് വന്നത്. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? ആ അതെ, നിങ്ങൾക്കാണോ? വണ്ടിക്ക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പറ്റില്ല. അത് നിങ്ങൾക്കും പ്രോബ്ലം തന്നെയല്ലേ? ഒന്നാമതേ ചൂടുള്ള നിൽക്കുക, ചുമ്മാ കളിയാക്കല്ലേ. സർ, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ടാ ചെറിയൊരു തമാശ പറഞ്ഞത്. കൂൾ. ഞാനൊന്ന് നോക്കട്ടെ. താൻ എന്ത് നോക്കാൻ പോവാ? അതൊന്നുമില്ല, വണ്ടിയിൽ എന്താ പ്രോബ്ലം എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ, വണ്ടിയിൽ എന്ത് പ്രോബ്ലം എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളെന്താ വലിയ മെക്കാനിക്കാ? എന്താ, എനിക്ക് കാർ മെക്കാനിസം അറിയില്ലെന്നുണ്ടോ? അറിയാതിരിക്കാം, എന്നാൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ബുദ്ധിയില്ലാത്തവരാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത കൽപ്പന ചൗളയാണ് റോക്കറ്റിൽ കയറി സ്പേസിലേക്ക് പോയത്. അയ്യോ സമ്മതിച്ചു. നിങ്ങളെന്നെ നോക്ക്. എങ്ങനെയാ സാർ വണ്ടി ഓടുക? വാസ്തു ശരിയല്ലല്ലോ. സോറി. ബാറ്ററി ഉണ്ടോ? ഹലോ, എന്താ വീണ്ടും തുടങ്ങിയോ? ബാറ്ററി ഇല്ലാതെ വണ്ടി എങ്ങനെ ഓടുക? ഡീസൽ ഉണ്ടോ? ഡീസൽ ഇല്ലാത്തോണ്ടാണോ ഇത്രയും ദൂരം വന്ന് നിൽക്കുന്നത്? ബാറ്ററി ഉണ്ട്, ഡീസൽ ഉണ്ട്, വണ്ടി ഓടുന്നില്ല. സോ വണ്ടിയിലാണ് എന്തോ പ്രോബ്ലം. എന്നെക്കാളും നല്ലൊരു മെക്കാനിക് തന്നെ നോക്കണം. ഞാൻ തന്നെ വല്ലാത്ത ടെൻഷനില്ല. ഇവിടെയാണെങ്കിൽ മൊബൈലിന്റെ സിഗ്നലും കിട്ടുന്നില്ല. റിലാക്സ് റിലാക്സ്. എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഞാൻ നല്ലോണം ഓടിക്കും. വരൂ, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഹലോ, ചുറ്റുവട്ടത്തുള്ള 4 കിലോമീറ്ററിൽ ഒരു വർക്ക്ഷോപ്പ് പോലും ഇല്ല. എന്റെ വണ്ടി വിട്ടുകളഞ്ഞാൽ വേറെ ഒരു വണ്ടിയും കിട്ടില്ല. സോ നിങ്ങൾക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്റെ വണ്ടി മാത്രമാണ്. അല്ല, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ കൂടെ ഇതില്? സർ, കൽപ്പന. അയ്യോ എന്റെ പൊന്നേ, വാ.
എന്താ സർ ഒന്നും മിണ്ടാതെ വരുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. അല്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ അല്ല എന്നും പറയാൻ കഴിയില്ല. ശരി, വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്ക്. കുറച്ചെന്ന് പറഞ്ഞാ എങ്ങനെയാ? ബാക്ക് വീൽ മാത്രോ? അതെന്താന്നേ അദ്ദേഹം പറയും. ഓ, ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അറിയാലോ. എന്താ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ? RC ബുക്ക്, ലൈസൻസ്, ഇൻഷുറൻസ്, ഇങ്ങനെ തനിത്തനി ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. 3 എണ്ണത്തിനും ചേർത്ത് ഒരു ഡോക്യുമെന്റേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ. ഇതാണ് ആ ഡോക്യുമെന്റ്. എല്ലാ പോലീസുകാരും ഇങ്ങനെയല്ല. ഓക്കെ, പക്ഷെ ഏത് പോലീസ് എങ്ങനെയാണെന്ന് ഡോക്യുമെന്റ് കാണിച്ചാലല്ലേ അറിയൂ. ഇങ്ങ് വന്നേ, പെട്ടെന്ന് വന്നേ. എന്താ ഇത്? ഡോക്യുമെന്റ് സർ. ട്രാഫിക് പോലീസ് കൈ കാണിച്ചു കഴിഞ്ഞാൽ ലൈസൻസും ഇൻഷുറൻസും RC ബുക്കാണ് കാണിക്കേണ്ടത്. എന്തിനാ 100 രൂപ എടുത്ത് കാണിക്കുന്നേ? സർ, ലൈസൻസും RC ബുക്കും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. ഇതാണ് എന്റെ ഡോക്യുമെന്റ് സർ. ആദ്യം വീട്ടിൽ പോയി ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് വന്ന് കാണിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ പോലീസിന് കൈക്കൂലി തരാൻ നോക്കിയെന്ന് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ആദ്യം ചാവി ഇതാ. പ്ലീസ് സർ. ചാവി തരാൻ. പൊയ്ക്കോ. ഡേ നീ വാ. എന്തു പറ്റി? അവര് ഡ്യൂപ്ലിക്കേറ്റ് പോലീസാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ നിങ്ങക്ക് മനസ്സിലായി? കൈക്കൂലി വാങ്ങുന്നില്ല. സർ. ഓക്കെ സർ. ഓക്കെ. എന്ത് പറഞ്ഞ താക്കോല് വാങ്ങിയത്? സത്യം പറഞ്ഞു. എന്ത് സത്യം പറഞ്ഞത്? നിനക്ക് വട്ടാന്ന് പറഞ്ഞു. പറയൂ ഭൂപതി. സാർ, കോത്തഗിരി കോട്ടേജിൽ വന്നു സാർ. എല്ലാം സേഫ് ആയിരിക്കുന്നു. അവിടെ ഒന്നും പ്രോബ്ലം ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല സാർ. ഓക്കെ, ബി കെയർഫുൾ. ഓക്കെ സാർ. വെലു, നീ എവിടെയാ? ATMലുള്ള ഫുട്ടേജ് എനിക്ക് കിട്ടിയിരിക്കുന്നു. 2 മിനിറ്റ്സിൽ ഞാൻ വന്നേക്കാം. ശരി.
സെയിം ഗൈ. യാ, ഇവന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചേക്കും. ഓക്കെ. ഇവനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മളെ ഉടനെ അറിയിക്കണമെന്ന് പറയാം. ഓക്കെ. ഹലോ, ആരാ? ഞാൻ ശ്വേതയാ സംസാരിക്കുന്നത്. പറഞ്ഞോ. ഞാൻ എസ്റ്റേറ്റിലെ അമ്പലത്തിലുള്ളത്. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാൻ പറ്റുമോ? ഞാൻ വരാം. താങ്ക്സ്. ഓക്കെ. എന്താ വേലു, എനിത്തിങ് സീരിയസ്? ഞാൻ പറഞ്ഞോ? അല്ലല്ല, ഒന്നുമില്ല, ഞാൻ സംസാരിച്ചോളാം. ഇല്ല, എന്താ നീ പറയുന്നത്? ഇല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാ. ഞാനും വേണേ വരാം. ഒരു ഹയർ ഒഫീഷ്യൽ പറയുമ്പോ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, മനസ്സിലായോ? ഓക്കെ സർ, പോയിട്ട് വരൂ സർ. താങ്ക്സ്. എന്തിനാ വന്നതിന്. ഇവിടെ അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതാ വന്നേ. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. പൂവാമ്പൽ നൂലിൽ കോർത്ത് ഡോൾഫിൻ കണ്ണിൽ നാണം ചേർത്ത് നിന്നോടെന്നുള്ളം മെല്ലെ കൊരുക്കാം. മിന്നാരം മിന്നും പൂവേ ചിങ്കാരങ്ങൾ ചിന്നും വാവേ വെൺമേഘ നിറമോ നീയോ നറുതൂവൽ മുത്തിന്നാലേ ഇടനെഞ്ചിൽ ഇരുളായടരാ. മൺസൂണിൻ മഴയോ നീ മധുമാസക്കുളിരോ നീ ഇളവേനൽ മുത്തോ നീ നീരാടിയെത്തു നീ ഇളനീരിൻ മധുരം മധുവിൽ ചേരും ചിരിയിൽ എന്നെ മൂടുകയായി. കടലിളകും മുടിയാൽ മൂടാൻ മുകിലായി എന്നെ മെല്ലെ തേടുകയായി. നീ നിഴലായി നീന്തുകയായി. നദിയായി ഞാൻ നിൻ കാൽത്തളിരിൽ പൊൻതളയായി മെല്ലെ ചേർന്നിരുന്നാലോ നിറവാർമതിയാം നെറ്റിപ്പൊട്ടിൽ മധുരം ചേർത്തു തരാം. പ്രണയാതുരമാം നിന്നെയഴകിൽ കവിതാഞ്ജലികൾ ഞാൻ പകരാം. അറിയാമുത്തിൽ മൃദു മൃദുമുത്തം അണിയാനായി വരുമോ? ഇരു കണ്ണിൽ ഞാനോ നമ്മൾ കണി കാണും സ്വപ്നക്കതിരോ? ഇവളാരോ ഒമർ ഖയാമിൻ പൂവിരലിൽ വിരിഞ്ഞവളോ? ഹിമരാഗം പൂവിൽ വീഴും സുഖസൗന്ദര്യം ശ്രുതിഭേദം പാടും പാട്ടിൻ ലയസൗഭഗം. മാലേയം ചാർത്തും നിൻ മാറിൽ ഞാൻ ചായേണം. പൂവാമ്പൽ നൂലിൽ കോർത്ത് ഡോൾഫിൻ കണ്ണിൽ നാണം ചേർത്ത് നിന്നോടെന്നുള്ളം മെല്ലെ കൊരുക്കാം.
കണ്ണാൽ നുള്ളി കണ്ണുറങ്ങാതെ കണ്ണേ നിന്നെ കാത്തോളാം ഞാൻ. മുന്തിരിമണിയെ നിന്നെ ഞാൻ എന്നുള്ളിലുണർത്തിയിടാം. അമ്പിളിവാവേ അമ്പര വീണ കമ്പികളിൽ ഞാൻ സ്വരമഴ മീട്ടാം. ചെമ്പക പെണ്ണെ ചുംബനമേകാം ചുന്ദരിമാനേ. കൺമണി പെണ്ണെ നിന്നെ പെൺമിഴി തൊട്ടില്ലാട്ടാം. കമ്പിളിപ്പൂവെ പോലെ നെഞ്ചിൽ ചേർക്കാം ഞാൻ. ഇരുളിൽ നീ വെട്ടം നീട്ടും തിരിയാകില്ലേ. കുയിൽ വാഴും കുടിലിൻ കൂട്ടിൽ കൊണ്ടേ പോകാം ഞാൻ. ഈ രാഗം ശ്രീയാകും നിൻ സ്നേഹം നെൽക്കതിരാകും. ആ എന്തെന്ന് പറ. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുക. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞാനൊരു 10 മിനിറ്റ്സ് വന്നേക്കാം. ശരി, ഞാൻ വീട് ലോക്ക് ചെയ്തിട്ട് പുറത്തു തന്നെ നിപ്പുണ്ട്. വേഗം വാ. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യേ, ഞാൻ വന്നേക്കാം. ഓക്കെ. ഇങ്ങോട്ട് വരാ. വീട് കൊണ്ടുവിടാ. വീടാനാ പറഞ്ഞത്. സുഖമല്ലേ മിസ്സസ് കതിർവേൽ? ഫാമിലി ലൈഫ് നന്നായി പോകുന്നു തോന്നുന്നല്ലോ. ഒരേ സെക്കൻഡ് തോക്കുകൊണ്ട് അവനെ വെടിവെച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ അവന്റെ കഥ തീർന്നേനെ. നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് വേലുവർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊന്നുള്ള ന്യൂസ് 2 ദിവസത്തിനുള്ളിൽ പേപ്പറിൽ വരും. അത് ശരി, സയന്റിസ്റ്റ് എവിടെ പോയി? സയന്റിസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക. അയാൾ എവിടെയെങ്കിലും പോട്ടെ. നീ ആരാ? ഇതുവരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിന്നെ. നിനക്ക് ഇഷ്ടമെങ്കിൽ വാ, സയന്റിസ്റ്റിനെ ഞാൻ മാനേജ് ചെയ്തോളാം. വരുന്നോ? ആ മോളെ വാ. എന്താ ചെയ്യുക? എന്തോ ടാബ്ലറ്റാ? വല്ല വയാഗ്ര ആണോ? ആ കഴിച്ചോ. അമ്മച്ചിയെ പ്രേതം. സയന്റിസ്റ്റ് സാറേ, താങ്കൾ എങ്ങനെ ഇവിടെ? എന്താണ് മിസ്റ്റർ ടോം ക്രൂസ്? ഗുരുവിനെ മിഞ്ചുന്ന ശിഷ്യനാവുന്നതിൽ തെറ്റില്ല, പക്ഷെ ഗുരുവിനെ കൊല്ലുന്ന ശിഷ്യനാവരുത്. ഞാനാണ് വലിയ സയന്റിസ്റ്റ് എന്ന് വിട്ടാൽ റോട്ടിൽ ലേഹ്യം വിൽക്കുന്നവനെ പോലെ കൂവി വിളിച്ച് നടക്കും തോന്നുന്നല്ലോ. സോറി സയന്റിസ്റ്റ് സാറേ, നല്ലൊരു പെണ്ണിനെ കണ്ടു, അതുകൊണ്ടാ. പെണ്ണിനെ കാണാൻ പോയ നീയേ ഒരു കുരങ്ങ്, നിനക്കെന്തിനാടാ ഒരു പെണ്ണ്? നോൺസെൻസ്. സാർ, വാട്ട് എ ഗ്രേറ്റ് സാർ. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് സയൻസ്. എന്റെ പുതിയ കണ്ടുപിടുത്തമാണിത്. യു ആർ റിയലി ഗ്രേറ്റ് സാർ. അതായത് പുരാണ കാലത്തിൽ രാവണൻ
മാരീച്ചനൊക്കെ ഈ മാൻ പോലെ മാറി സീതയെ കടത്തിയത് ഓർമ്മയുണ്ടോ? അതെ. അത് കൂട് വിട്ട് കൂട് പായുന്നത്, ഇത് ബോഡി വിട്ട് ബോഡി പായുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഈ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കർണ കൊടൂരമായിരിക്കുന്നവൻ പോലും വളരെ സുന്ദരിയായ ഒരു പെണ്ണായി സാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ തൃശയെ പോലെ ആവാൻ പറ്റും? തൃശയെ പോലെ മാറാൻ പറ്റില്ല. തൃശയുടെ അമ്മയാണെങ്കിൽ മോന്ത നോക്ക് വന്നിരിക്കുന്നു. നിന്റെ സൈസിനെല്ലാം പിന്നെ ഷക്കീല പോലെ വേണമെങ്കിൽ മാറാം. സ്റ്റുപ്പിഡ്. അതേ സമയത്ത് ഈ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ സുന്ദരിയായിരിക്കുന്ന ആ പെണ്ണ് വീണ്ടും നിന്നെ പോലെ ഒരു വിരൂപനായി മാറും. ഈ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ടെററിസ്റ്റുകളെല്ലാം വളരെ എളുപ്പത്തിൽ പിടിക്കാം. അതെ സർ, ഞങ്ങളും പലതവണ പോയി ഇത് യൂസ് ചെയ്യാൻ അറിയാതെ മാട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഈ ടാബ്ലറ്റ് തരികയാണെങ്കിൽ ഞാനൊരു സുന്ദരിയായ പെണ്ണായി മാറി ടെററിസ്റ്റുകളെ മയക്കി അറസ്റ്റ് ചെയ്യും. ഒவ்வொரு പ്രാവശ്യം നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. സോറി സർ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത തെറ്റൊന്നും ചെയ്യാതെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചെയ്ത് അതെ സർ. അവരെ അറസ്റ്റ് ചെയ്താലാണ് എനിക്ക് ക്രെഡിറ്റ്. കറക്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബൈ വേലു. ബൈ ബൈ. യെസ് സർ. വേലു എവിടെയാ ഉള്ളത്? സ്കൂളിലാ സർ. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഭുവിനെ പിക്കപ്പ് ചെയ്ത് നമ്മുടെ മീറ്റിംഗ് പോയിന്റിലേക്ക് വരൂ. ഓക്കെ സർ. 4 officers, 4 well-trained professionals. This is a big loss for us. കതിർവേൽ സർ. അവരാരാണ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞോ? ഇല്ല സർ. നമ്മുടെ പോലീസ് റെക്കോർഡിൽ തന്നെ ഇല്ലാത്ത ഒരു പുതിയ ടെററിസ്റ്റ് ഗ്രൂപ്പാ. അവരുടെ ലീഡർ, അവരുടെ ഉദ്ദേശം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. സർ, എൻകൗണ്ടർ നടന്ന സ്ഥലത്ത് സെർച്ച് ചെയ്ത സമയത്ത് നിറയെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് സർ. എന്ന് വെച്ചാൽ 9mm പിസ്റ്റൾസ്, കുറെ ബോംബ്സ്, ATM കാർഡ്സ്, പിന്നെ കുറെ പിസ്റ്റൾസും. ആ പിസ്റ്റൾസിന് ലൈസൻസ് ഉണ്ടോ? നോ സർ, ഇറ്റ്സ് ഇല്ലീഗൽ. ഓ, ആ ഫ്യൂവൽ സ്റ്റേഷൻ ബില്ല് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ഇല്ല സർ, അതൊരു ബ്ലാക്ക് സ്കോർപ്പിയ, അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെന്താ, ആ നമ്പർ വെച്ച് അങ്ങ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല സർ. എന്താ, ആ ഫ്യൂവൽ സ്റ്റേഷനിൽ CCTV ക്യാമറ ഉണ്ടല്ലോ, അത് വെച്ച് ട്രേസ് ചെയ്യാമല്ലോ. സർ, വളരെ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ് അവർ. അതായത് CCTV ഇല്ലാത്ത പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിരിക്കുന്നു. അപ്പോ ആ ATM കാർഡ്? അത് ചിന്നയൻ ഭാരതി എന്നുള്ള പേരിലാണ് സാർ ഉള്ളത്. അവനും ആ എൻകൗണ്ടറിൽ മരിച്ചു. ചത്തവരുടെ ബോഡി അന്വേഷിച്ച് റിലേഷൻസ് ആരെങ്കിലും വന്നായിരുന്നു? നോ സർ. വി ഗോട്ട് എവിഡൻസ് ബട്ട് നോ യൂസ്. ഹയർ ഒഫീഷ്യൽസിൽ നിന്നും പ്രഷർ കൂടിക്കൊണ്ടുവരികയാണ്. കതിർവേൽ, അവർ 4 പേര് മാത്രമേ ഉള്ളൂ, അതോ വേറെ ടീമുണ്ടോ? യെസ് സർ, വേറെ ടീമുണ്ട് സർ. അതെങ്ങനെ താങ്കൾ പറയുന്നു? ഇതുപോലത്തെ തീവ്രവാദ ഗ്രൂപ്പെല്ലാം ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടീം ഫെയിലിയർ ആയാൽ ആ സ്ഥലത്ത് മറ്റൊരു ടീം വന്നേക്കും സർ. യു മീൻ ബാക്കപ്പ്? യെസ് സർ. ആർ യു ഷുവർ there is a team out? അബ്സല്യൂട്ട്ലി സർ. അവർ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തേ മതിയാവൂ. ഓക്കെ? ഓക്കെ സർ. ചേട്ടാ, എന്താ? നമ്മുടെ കല്യാണം തടസ്സങ്ങളില്ലാതെ നടന്നാൽ മുരുകന്റെ അമ്പലത്തിലേക്ക് വരാമെന്ന് ഞാൻ നേർന്നിരുന്നതാ. നല്ല കാര്യമല്ലേ? വിചാരിച്ച പോലെ അദ്ദേഹം എല്ലാം നടത്താന്നില്ലേ? നീ തന്നെ പോയിട്ട് വാ. നമ്മൾ ഒരുമിച്ച് വരാന്നാ നേർന്നത്. എന്നോട് എന്തിനാ ഒറ്റയ്ക്ക് പോകാൻ പറയുന്നേ? നിങ്ങളും എന്നോടൊപ്പം വാ പ്ലീസ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കൂട്ടാ. പ്ലീസ്, എനിക്ക് വേണ്ടി. പ്ലീസ്. ഓക്കെ. 2 minutes. ഞാൻ ഇപ്പൊ തന്നെ റെഡിയാ. ഓക്കെ. പൊയ്ക്കോ. ഒന്നേ ഒന്ന്. പോവാനാ പറഞ്ഞത്. അവിടെ നിക്ക്. ഗണ്ണെടുക്കട്ടെ? അമ്പലത്തിൽ പോകുമ്പോഴും ഗണ്ണ് വേണം. പോലീസ് ഓഫീസറായിട്ടല്ലാതെ എന്റെ ഭർത്താവായിട്ട് വേണം വരാൻ.
ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തേ. കോട്ടൺ എടുക്ക. നോക്കിയാലും അവര് വെറുതെ വിടാൻ പാടില്ല. ഈ ഇടയ്ക്ക് ഇവിടെ അടുത്ത് സംശയിക്കുന്ന രീതിയിൽ 4 പേരുണ്ടായിരുന്നു. അവരാരാണ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രഭു അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയ 4 പോലീസ് ഓഫീസറിനെ അവന്മാർ വെടിവെച്ച് കൊന്നു. നീ തന്നെ ആലോചിച്ച് നോക്കി സുഹൃത്ത, ഞാൻ കൊന്ന ആ 4 പേർക്ക് എനിക്ക് എന്താ ബന്ധമുള്ളത്? കുടുംബ പ്രശ്നമാണോ അതോ വസ്തുതർക്കോ? 4 പോലീസ് ഓഫീസറിനാണ് വെടിവെച്ച് കൊന്നത്. അവന്മാരെ വെറുതെ വിട്ട പൊതുജനങ്ങളുടെ സമാധാനം പോവും. അത് തടയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് പോരാട്ടം നടത്തിയാലും അവരെ വെറുതെ വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ സെൽഫിഷായിട്ട് പൊതുജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന റൗഡി ആയിരുന്നാലും ശരി, ടെററിസ്റ്റ് ആയിരുന്നാലും ശരി, വെറുതെ വിടാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ജോലിയാണെങ്കിലും എൻകൗണ്ടറിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഓർത്ത് പല ദിവസം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ചേട്ടാ, എന്തുപറ്റി? അമ്പലത്തില് വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അമ്പലത്തിന്റെ അടുത്തെത്തിയല്ലോ. പ്ലീസ്, മറ്റൊരു ദിവസം പോവാം. ഓക്കെ. നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിക്കോ. ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാം ശരിയാവും. ശരി, ഞാൻ എന്റെ ഗണ്ണെങ്കിലും ഒന്ന് എടുത്തോട്ടെ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഓക്കെ അല്ലേ? യാ, ഐ എം ഓക്കെ. ടേക്ക് കെയർ. പറഞ്ഞ പ്രഭു. വേലു എവിടെയുള്ളത്? നിന്നെ കാണാൻ വന്നോണ്ടിരിക്കുക. ATM CCTV ക്യാമറയിലുള്ള അക്യൂസ്റ്റിനെ പറ്റി ഇൻഫർമേഷൻ വേണമെന്ന് എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് അയച്ചിരുന്നില്ലേ? അതെ. അവൻ മടിത്തറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ളതായി എനിക്കിപ്പോൾ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ വന്നേക്കാം. വേണ്ട വേലു, ഞാൻ ആ സ്ഥലത്തിന്റെ അടുത്താണുള്ളത്. വിത്തിൻ 5 മിനിറ്റ്സിൽ അവിടെ റീച്ച് ആകും. ശരി, സേഫ്റ്റി ഫസ്റ്റ്. അവന് മിസ് ചെയ്യരുത്. ഓക്കെ? ഓക്കെ വേലു. Cheers. അതിങ്ങോട്ട് അവനും കൊടുക്ക. ആ പ്ലേറ്റ് ഇങ്ങോട്ട് പറ്റും. എനിക്കൊന്നും വേണ്ട. നീ വേണമെങ്കിൽ പറഞ്ഞോ. അവനിങ്ങോട്ട് ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തേ. നീ അങ്ങോട്ട് തല്ല ഇവിടെയും വന്ന. ഈ ഗുളിക കഴിക്കേ. എന്തിനാ പിള്ളേരോട്ട് കരയണേ? കഴിക്കേ ബോസ്. ആ, അങ്ങനെ തന്നെ. ചെല്ലു ബോസ്, ഇവന്മാരുടെ നോട്ടമൊന്നും ശരിയല്ലല്ലോ. സൂപ്പർ ഫിഗറിനെയാണ് അയച്ചിരിക്കുന്ന ബ്രോക്കർ. നിനക്ക് 5000 അല്ല 50,000 തരാം. എന്റെ ഈശ്വരാ, ബോസ് ആണെങ്കിൽ പെണ്ണായിട്ടും മാറിയിരിക്കുന്നു. അവനാണെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് മലന്ന് കിടക്കുകയല്ലേ. എന്റെ ഈശ്വരാ,
ഇവിടെ എന്തും സംഭവിക്കും. അല്ല ബ്രോക്കറെ, ഇപ്പൊ ഈ പണിക്കൊക്കെ യൂണിഫോം കൊടുക്കുന്നുണ്ടോ? എന്താ ഇത്? ഇവൻ എഴുന്നേറ്റ് വരുന്നല്ലോ, എന്തും സംഭവിക്കും. അയ്യോ, എന്തൊരു സൗന്ദര്യ! കവിള ആപ്പിള് പോലെ, കണ്ണ് മുന്തിരി പോലെ, മൂക്കാണെങ്കിൽ കിളിച്ചുണ്ട മാമ്പഴം പോലെ. കരിഞ്ഞു പോയ ചപ്പാത്തിയുടെ കൂട്ടുണ്ട്. കാമം തലച്ചോറിലോട്ട് കിടകിടകിടന്ന് കേറുന്ന സമയത്തെ കണ്ണിന്റെ കാഴ്ച പോലും ഈ ദ്രോഹിക്ക് നഷ്ടപ്പെട്ടല്ലോ. നിന്റെ ചുണ്ടുണ്ടല്ലോ, കാണാനായിട്ട് തൊലി കളഞ്ഞ മാതളമ്പഴം പോലുണ്ട്. പോളാ മരക്കോന്ത. പ്രായാകുന്ന സമയത്ത് അവന്റെ ബുദ്ധി കണ്ടില്ലേ, ബുദ്ധി. എടോ, എന്തോന്നാടോ ഇത്? താനെന്തിനാ വെറുതെ മിണ്ടാതിരിക്കുന്നേ? തനിക്ക് നല്ല സുഖമുണ്ടോ? ഇയാൾ ഇങ്ങനെ കിടന്നാലേ യവന്മാരെല്ലാം കൂടെ ചേർന്ന് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. ആദ്യം താൻ ആ ഗുളിക കഴിച്ച് ആണായിട്ട് മാറാൻ നോക്കണോ. ഓ, രക്ഷപ്പെട്ടു. ഞാൻ എത്ര വെള്ളം അടിച്ചാലും ശരി, നിന്നെ കാണാൻ ആണിനെ പോലെ തന്നെ ഉണ്ട്. പോടാ കുരങ്ങ, ഞാൻ ആണാണടാ. ആണാണോ? അതേടാ കിഴങ്ങ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഡിറ്റക്റ്റീവ് ഏജന്റാടാ ഞാൻ. അല്ല, എനിക്ക് മൂഡ് വന്നു കഴിഞ്ഞു. ആണാണെങ്കിലൊന്നും പ്രശ്നമില്ല. എനിക്ക് ഇത് ഫ്രണ്ട് ശരിക്കും മൂഡിലാ ഉള്ളത്, അതുകൊണ്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ട് വന്നാ മതി. ഓക്കെ, യു എൻജോയ്. എന്നെ ഒന്ന് രക്ഷിക്കടാ. സീനിയൻ ഭാരതി, നിന്റെ പേരല്ലേ അത്? സാർ, എന്റെ പേര് പീറ്റർ, ജാൻ പീറ്റർ. അപ്പോ സീനിയൻ ഭാരതി ആരാടാ? ഈ ATM കാർഡ് ആരുടെയാ? സാർ, ഇത് മീത്തേൻ സ്ട്രീറ്റില് സാറ് വെടിവെച്ച് കൊന്നില്ലേ 4 പേരെ, അതിൽ ഒരാളുടെയാണ് സാർ. അല്ല സാറേ, അവരെ എന്തിനാ വെടിവെച്ച് കൊന്നേ? നോ റിപ്ലൈ. സാർ, അവരുടെ എല്ലാ കാര്യവും ഞാനാ ചെയ്തിരുന്നത്. നല്ല കമ്മീഷനും കിട്ടും. എന്തൊക്കെ ജോലിയാണ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാ സാർ അടിക്കുന്നേ? കൊന്നുകളയും, പറയടാ. സാർ, ATM കാർഡ് തന്നിട്ട് പോയി പൈസ എടുത്തോണ്ട് വരാൻ പറയും. വണ്ടി വാടകയ്ക്ക് ചോദിക്കും. വേറെ അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഞാനാ വാങ്ങിച്ചു കൊടുക്കുന്നത്. എടാ, ATM കാർഡ് തന്ന് പണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞു. പക്ഷെ ആ ATM കാർഡ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നാണ് എടുത്തത്. സാർ, ആവശ്യമുള്ള പൈസ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ആ ATM കാർഡ് തിരിച്ചു വാങ്ങിച്ചേക്കും. പണം തന്ന ഏത് ജോലി വേണമെങ്കിൽ നീ ചെയ്യുവോ? എടാ, നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാത്തവൻ എന്നെ കണ്ടിട്ട് എന്തിനാടാ ഓടിയത്? സാർ, നിങ്ങളെ കണ്ട് ആരും ഓടി? നിങ്ങൾ പോലീസാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അകത്ത് വരുമ്പോ നിങ്ങളുടെ പിറകെ തടിച്ചിട്ട് ഒരുത്തൻ വന്നില്ലേ? അതെ, അവനെ കണ്ടാ ഞാൻ ഓടിയത്. സാർ, അവന്റെ കൈ ഞാൻ കിട്ടിയെങ്കിൽ എന്റെ ഇമേജ് അവൻ ഡാമേജ് ചെയ്യും. അതുകൊണ്ടാ എസ്കേപ്പ് ആവാൻ നോക്കിയത്. ഞാൻ കാർ വാങ്ങിക്കുമ്പോ അവനാ ഫൈനാൻസ് തരുന്നത്. ജസ്റ്റ് ഒരു 50,000 ബാലൻസ്. അത് അവൻ ചോദിക്കോ എന്നുള്ള പേടിയില്ല ഞാൻ അവിടെ നിന്ന് ഓടിയത്. നിങ്ങളും വിടാതെ എന്റെ പിറകെ വന്നു. നിങ്ങൾ ആ തോക്കെടുത്ത് കാണിച്ചില്ലേ, അതുകൊണ്ടാ ഞാൻ നിന്നത്. പിന്നെയല്ലേ എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു വലിയ പോലീസ് ഓഫീസറാണെന്ന്. എന്താടാ കളിയാക്കണോ? ഇല്ല സാർ, നോ സർ, നോ. ആ 4 പേര് മരിച്ച ശേഷം ആ ടീമിൽ നിന്ന് നിന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തായിരുന്നോ? അതെ സാർ, 2 പേര് അപ്പപ്പോ വന്ന് എന്നെ മീറ്റ് ചെയ്യും. കാറൊക്കെ ചോദിക്കും, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എടാ, 4 പേരെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു. എന്നിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ട് നിനക്ക് സംശയം തോന്നിയില്ലേ? സാർ, ഞാൻ എന്താ അത്രയ്ക്ക് കിഴങ്ങനാ? ഞാൻ ചോദിച്ചല്ലോ, നിങ്ങളാണ് ടെററിസ്റ്റ് എന്ന് വിചാരിച്ച് ഒന്നും അറിയാത്തവരെ കൊന്നിട്ട് അവരേതോ ടെററിസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ കള്ളക്കഥ ചമഞ്ഞെന്നാ പറയുന്നേ. സാർ, മാത്രമല്ല നിങ്ങളുടെ പേരിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കേസിടാൻ പോകുന്നു, അറിയാമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവര് വണ്ടി എടുത്തിട്ട് എവിടെയാ പോകുന്നത്? കോത്തഗിരി പോകുന്നെന്നാ പറഞ്ഞ. അവിടെ ഏതോ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു കേട്ടു. അടുത്തെപ്പോഴാ കാർ ചോദിച്ചിരിക്കുന്നത്? ഐ തിങ്ക് ടുമോറോ മോർണിംഗ് ആണെന്ന് തോന്നുന്നു സാർ. പറയൂ കതിർവേൽ. സർ, നമ്മൾ കരുതിയ പോലെ അവരുടെ ആൾക്കാർ കുറച്ചുപേര് പുറത്തുണ്ട് സർ. അതെയോ? വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞോ? ഇടയ്ക്കിടയ്ക്ക് കോത്തഗിരി പോകുന്നുണ്ട്. നാളെ രാവിലെ വീണ്ടും പോകുന്നുണ്ട് സർ. കോത്തഗിരി? യെസ് സർ. അവിടെ ഓൾറെഡി 3 സീനിയർ ജഡ്ജസ് ഉണ്ടല്ലോ. ഇനി 2 ദിവസത്തില് ഈ ടെററിസ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ കോത്തഗിരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അലർട്ട് ചെയ്യാം. സർ, വേണ്ട സർ. ഈ കാര്യം അവരറിഞ്ഞാൽ ആവശ്യമില്ലാത്ത കൺഫ്യൂസ് വരും. ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം സർ. അല്ല കതിർവേലെ, എന്തെങ്കിലും തെറ്റ് നടന്നാൽ
ടോട്ടൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് നാണക്കേടാണ്. അതുമാത്രമല്ല നമ്മൾ ഒരുപാട് പേർക്ക് ഉത്തരം പറയേണ്ടി വരും. സർ എന്നെ വിശ്വസിക്കണം സർ, അവന്മാരുടെ പ്ലാൻ ഞാൻ തവിടുപൊടിയാക്കും. ഓക്കെ, കെയർഫുൾ. താങ്ക് യു സർ. ചെറിയച്ച ആരായത്? ഇവിടേക്കുള്ള വഴിയൊക്കെ മറന്നോ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അതൊന്നും സാരല്ലേ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ജാനുവിനെ സ്കൂളിൽ വിട്ടിട്ട് ചെറിയച്ചനെ കാണാനായിട്ട് വന്നതാ. വളരെ നന്ദി. കുടിക്കാൻ എന്താ വേണ്ടേ? കോഫിയാണോ ടീ ആണോ? കോഫി. ഇരിക്കും. നീ ഭയങ്കര ഭാഗ്യവതിയാ ദീപേ. പ്രഭുവിനെ പോലെ ഒരു നല്ല ഹസ്ബൻഡ്, ജാനുവിനെ പോലെ സുന്ദരിയായ ഒരു കുഞ്ഞ്, സന്തോഷമുള്ള കുടുംബം. somehow you're very lucky ദീപ. അതെയോ? അതെ, ഞാൻ വളരെ ലക്കിയാണ്. വേലുവിനെ പോലെ ഒരു നല്ല ഫ്രണ്ട് ഇല്ലെങ്കിൽ പ്രഭു, ജാനു, ഈ മനോഹരമായ കുടുംബം ഇതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. നീ എന്തായി പറയുന്നേ? അതെ, ഞാനും പ്രഭുവും സ്നേഹിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ വേലുവിനെ അറിയാം. ഇൻഫാക്ട് ഞങ്ങളുടെ കല്യാണത്തിന് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പെർമിഷൻ വാങ്ങിയത് വേലുവാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4-5 മാസത്തിനുള്ളിൽ ഞാൻ കൺസീവായി. ഞങ്ങളെ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം ഒരുപാട് കാലം ഉണ്ടായില്ല. എനിക്ക് അബോർഷനായി. ഡോക്ടർ എന്റെ ഗർഭപാത്രം വീക്കാണെന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വളരെ കഷ്ടമാണെന്നും പറഞ്ഞു. അതൊക്കെ വകവയ്ക്കാതെ ട്രൈ ചെയ്താ എന്റെ ജീവൻ ആപത്താണെന്നും പറഞ്ഞു. ഞാനും പ്രഭുവും തകർന്നുപോയി. അപ്പോ ഒരു പെണ്ണായിട്ട് എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ. ആ സമയത്ത് വേലു ഒരു സ്ട്രിക്റ്റായ ഓഫീസറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴാണ് സാറ് തന്ന ഫയൽ DSP ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് സർ.
ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് നിന്റെ ഹസ്ബൻഡ്. സോ നീയും ലക്കിയാണ്. സോറി മഞ്ജു, ജാനുവിനെ സ്കൂളിൽ വിടാൻ വന്നതാ. 5 minutes വന്നേക്കാം. എന്റെ ഫ്രണ്ട് മഞ്ജു വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയി. ഞാനിപ്പോ പോട്ടെ, നീ അങ്കിളിനോട് സംസാരിച്ചിട്ട് വാ. ഓക്കെ ഓക്കെ. ശ്വേത, ചെറിയച്ച, എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? രാവിലെ വേലുവിലെ കൊല്ലാനായിട്ട് പുറത്തു കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ ജാനു ദീപയുടെ കുഞ്ഞാണെന്നല്ലേ നമ്മൾ കരുതിയത്. അതെ, പക്ഷെ അതല്ല സത്യം. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ നല്ലൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. അപ്പോ എന്റെ അച്ഛനോ? കുട്ടിക്കാലം മുതലേ ഞാനും നിന്റെ അച്ഛനും ഫ്രണ്ട്സാണ്. തെറ്റ് ചെയ്യുന്നവ മാത്രം തെറ്റുകാരനല്ല മോളെ, അതിന് സഹായം ചെയ്യുന്നവനും തെറ്റുകാരനാണ്. ഞാൻ പറയുന്നോണ്ട് നീ തെറ്റിദ്ധരിക്കരുത്. ഒരച്ഛന്റെ കടമയായി നിനക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛൻ എന്താ ചെയ്തത്? നിന്റെ അമ്മ മരിച്ചപ്പോ പോലും വരാതെ തീവ്രവാദ സംഘടനയാണ് മെയിനെന്നും പറഞ്ഞോണ്ട് പോയി. ശരി, അത് വിട്ടേക്ക്. നിന്നെ എത്ര പ്രാവശ്യം വന്ന് കണ്ടു കാണും? ഒരു 5-6 പ്രാവശ്യം ഫോണിൽ സംസാരിച്ചു കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. നിന്റെ അച്ഛന്റെ നേരെ നിന്ന് ജയിക്കാൻ സാധിക്കാത്ത ആൾക്കാരെല്ലാം നിന്നെ വെച്ച് നിന്റെ അച്ഛനെ കുറുക്കുവഴി കൂടെ കൊല്ലാൻ നോക്കുകയാണ് മോളെ. സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പോരാളിക്കും സ്വാർത്ഥതയ്ക്ക് വേണ്ടി പോരാടുന്ന തീവ്രവാദിക്കും ഇതാണ് വ്യത്യാസം. പോരാളികൾ നേർക്കുനേർ നിന്ന് പോരാടും, തീവ്രവാദികൾ പൊതുജനങ്ങളെ പകിടക്കായായി ഉപയോഗിക്കും. എന്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? നിന്റെ അച്ഛൻ ആരായിരുന്നു? ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആളോ, ഇല്ല സമുദായത്തിനു വേണ്ടി പോരാടിയ ആളോ? ഏതോ തീവ്രവാദികളുടെ കൂടെ ചേർന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളാ. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യണ്ടേ? അന്ന് നീ എന്തു പറഞ്ഞാ എന്നോട് സഹായം ചോദിച്ചത്? എന്റെ അച്ഛനെ കൊന്നവനെ കൊല്ലണം. ആ പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കഴിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് അവനോട് സംസാരിച്ച് കല്യാണം കഴിച്ച് തക്ക സമയം നോക്കി അവനെ കൊല്ലണം. അതാണ് പറഞ്ഞത്. അവനെ കൊന്നിട്ട് നീ ജയിലിലേക്ക് പോകും. അവനും നമ്മുടെ ആൾക്കാരെ കൊന്നവനെ കൊന്നെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചോണ്ട് പോകും. അതിനുശേഷം നിന്റെ ജീവിതത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ഉപദ്രവിച്ച നിന്റെ അച്ഛനെ കൊന്നവനോട് പകരം വിടണമെന്ന് നീ ആലോചിക്കുന്നില്ലേ? ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന പോലീസുകാരനെ വെടിവെച്ചു വന്നില്ലേ? അവന്റെ കുടുംബത്തിനെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? പോലീസ് ഓഫീസർ വേലുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നിനക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് കരുതി എവിടെ നിർത്തിയത്? പകരം വീട്ടുന്ന നിന്റെ ബുദ്ധി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് മോളെ, അതെപ്പോഴും ഉണ്ട്. ശ്വേത, അച്ഛനും അമ്മയില്ലാത്തൊരു പെണ്ണാ നീ. നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ജീവിതമാ, അത് നശിപ്പിക്കരുത്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരും ഇല്ലെന്നോ? വനിതകളിലെ നമ്പർ 1 റൗഡി കോകില ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കുവോ? ഇവിടെ തന്നെ കാണും. കോഴിയെ പിടിക്കുന്ന പോലെ നമുക്ക് പിടിക്കാം. വാ പോകാം. ആ കോകില മേഡം, താൻ എന്തുകൂടെ പിച്ചക്കാരൻ വല്ലതാണോ? ആദ്യം കഥ മറിച്ച് കുറ്റിയിടോ. കോകില മേഡം, ഓ ഇതെന്ത് കയ്യാണോ? നല്ല ഗിറ്റാറോ? ഫുഡ് പിന്നെ ഉള്ളൂ. ഓക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാവേ. ശരി. വേറൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെയോ? നീയേ കാണാൻ നമ്മുടെ ചെമ്മീൻ സിനിമയിലെ ഷീലാമ്മയെ പോലെ തന്നെയുണ്ട്. അയ്യോ, ചെമ്മീൻ സിനിമയിലെ ഷീലാമ്മയോ? അയ്യോ, നിങ്ങൾ ശരിക്കും ഒരു പഴഞ്ചനാണല്ലോ. അതെ അതെ, നിങ്ങളെ കണ്ടാലും പറയും വണ്ണം വെച്ച് ദുൽഖർ സൽമാനെ പോലെയുണ്ട്. എന്തുണ്ട്? ലെഗ്. ഓ, കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പോലെ തന്നെ ഒരാൾ ഇവിടെ വന്നിരുന്നു. ഞാൻ അയാളുടെ തലയൊക്കെ എടുത്ത് കഴിച്ചു. നിങ്ങൾക്ക് വേണ്ടിട്ടാ കാല് വെച്ചത്. കഴിക്കുന്നേ. നിങ്ങളെ കണ്ടാലും നല്ല വലിയ സൈസാണല്ലോ. 3 മാസത്തേക്ക് എനിക്ക് ഉണ്ടാകും.
ഫ്രിഡ്ജില് വെച്ച് 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 ഞാൻ ഉണ്ടാക്കി കഴിക്കും. കഴിക്ക് വേഗം കഴിക്ക്. ഇപ്പൊ ചൂടാറും. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നതാ. എത്ര ഫ്രഷാ നോക്കേ. നിങ്ങളെ നോക്കുന്നേ. ഇത് കണ്ടോ, ഹാർട്ട് ഉണ്ട്. ഹാർട്ട് ഫ്രഷ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് നോക്കൂ. ഇതിങ്ങനെ തന്നെ പച്ചക്ക് കഴിച്ചാ നല്ല ടേസ്റ്റാ. കഴിക്കുന്നേ. ആ വേഗം. എങ്ങനെയുണ്ട് നോക്ക്. ഏയ് കഴിക്കാനാ പറഞ്ഞ. ഏയ് നിന്നോടല്ലേ പറഞ്ഞെ കഴിക്കാൻ. ഏയ് ഞാനല്ലേ പറഞ്ഞെ കഴിക്കാൻ. ഡോക്ടർ സാറേ, കല്ല് പോലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബോസ് ഇങ്ങനെ മണല് പോലെ കിടക്കുന്നല്ലോ. ഇങ്ങേർക്ക് എന്താ പറ്റിയത്? അതെ ഡോക്ടർ സാറേ, എന്റെ ബോസ് ഞാനിങ്ങനെ മലന്ന് കിടന്നത് കണ്ടിട്ടേ ഇല്ല. ഡോക്ടർ, എത്ര ചെലവായാലും സാരമില്ല. ഞങ്ങളുടെ ബോസിനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. തീർച്ചയായും. എന്ത് പറ്റി ഡോക്ടർ? ഇവരെന്തോ കണ്ട് പേടിച്ചിരിക്കുക. ഒരാഴ്ച റെസ്റ്റ് എടുത്ത എല്ലാം ശരിയാവും. ഓഹോ. Yes. ഒന്ന് ശ്രദ്ധിക്കണം. സിസ്റ്റർ, ഡോക്ടർ എന്തോ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ബോസ് യഥാർത്ഥത്തിൽ ഒരാഴ്ചയിൽ ഗുണമായി തീരുവോ? നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന കരുതിയ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോയത്. സത്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം മുഴുവനായും ഗുണപ്പെടാൻ ഒരാഴ്ചയോ ഒരു മാസമോ ചിലപ്പോ ഒരു വർഷമാവാം. ചിലപ്പോ ഗുണപ്പെടാതെ തന്നെ പോവും. നിങ്ങളുടെ ബോസിനെ രക്ഷിക്കുന്നത് ആ ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. എടോ, നേഴ്സ് പറഞ്ഞത് കേട്ടില്ലേ? പഞ്ചറായി ഈ ലോറി ഇനി ഒരിക്കലും സെൽഫ് എടുക്കാൻ പോകുന്നില്ല. ഇനി മുതൽ ജെയിംസ് ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഞാനാണ് MD. ഏഞ്ചലീന, ഞാൻ റെഡിയാണ് ബോസ്. യെസ് റിയലി? നമുക്ക് രണ്ടുപേർക്ക് ഊട്ടിയിൽ ഒരു വലിയ ഓഫീസ് എടുത്ത് സന്തോഷത്തോടെ അവിടെ ജീവിക്കാം. വാ. ശരി ബോസ്. Come on. ഇത് ശരിയല്ല. പോയി പണി നോക്കടാ. അങ്ങനെ ടോമും ബോസായി. ഇനി ആഞ്ചലിനെ എനിക്ക് കിട്ടില്ല. നഴ്സാണെങ്കിലും കാണാൻ നല്ല തക്കാളി പോലുണ്ട്. ഇവിടെ എങ്ങനെയും വളച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഞാൻ ദൊഡ്ഡപേട്ടയിലെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കാൻ പോവാ. അതില് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ഇഞ്ചക്ഷൻ ഇട്ടെന്ന് വെച്ചോ, ഇദ്ദേഹത്തിന്റെ അടുത്ത ബെഡിൽ തന്നെ നീ കിടക്കട.
പെൺകുട്ടി താ. പറഞ്ഞു ചേട്ടാ. ശ്വേത, നീ ജാനുവിനെ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തോ? പിക്കപ്പ് ചെയ്തു. ഞങ്ങളിപ്പോ സ്കൂളിൽ നിന്ന് പുറപ്പെടാൻ പോവാണ്. ശരി, നീ ഇപ്പൊ തന്നെ പുറപ്പെട്ട് HF ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക്. ഹോസ്പിറ്റലിലേക്കോ? എന്തു പറ്റി? ഞാൻ പറയുന്നത് കേൾക്ക്, ഉടനെ പുറപ്പെട്ട് വാ. ഞാനും വേലു ഇവിടെ തന്നെ ഉണ്ട്. ശരി ചേട്ടാ, ഞാൻ ഉടനെ വരാം. സർ, സർ, റിലാക്സ് സ്ട്രെയിൻ എടുക്കണ്ട. അവരെ ജീവനോടെ പിടിക്കുന്ന ട്രൈ ചെയ്തത് സർ. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ വേലു, അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ നിങ്ങളുടെ മുറിവ് എങ്ങനെയുണ്ട്? ഇല്ല സർ, പേടിക്കൊന്നുമില്ല. 2 ഡേയ്സിൽ റെഡിയാവും സർ. വെരി ഗുഡ് വേലു. നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഈ ടെററിസ്റ്റുകളെ പ്ലാൻ എല്ലാം ഇല്ലാതാക്കി. പർട്ടിക്കുലറായിട്ട് നമ്മുടെ CM താങ്കൾക്ക് പ്രത്യേക അന്വേഷണം അറിയിച്ചു. ഓ, താങ്ക് യു സർ. ഇനി ആ ടെററിസ്റ്റുകൾ കാരണം പബ്ലിക്കിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാവില്ല സർ. ഓക്കെ വേലു, ടേക്ക് കെയർ. താങ്ക് യു സർ. പ്രഭു, പറയൂ സർ. ബി കെയർഫുൾ. ഓക്കെ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി സർ. ഓക്കെ. യെസ് സർ. നോക്കുമോളെ, വേലു അങ്കിൾ ചെല്ലേ. എന്ത് പറ്റി വേലു? ഹേയ് ജാനുമോളെ. ഒന്നുമില്ല മോളെ, താഴെ വീണതാ. ബൈക്കിൽ പോയാലല്ലേ താഴെ വീഴുന്നത്? വേലു ജീപ്പിലല്ലേ പോയത്? എടീ, അതാണോ? അത് ഒരു വലിയ കഥയാ. ഞാന് വീട്ടിൽ ഒന്ന് പറഞ്ഞു തരാം. ശരി, ഓക്കേ. ഓക്കെ വേലു, ജാനുവിനെ വീട്ടിൽ വിട്ടിട്ട് നിനക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തോണ്ട് വരാം. ഓക്കേടാ, നമുക്ക് പോകാം. അങ്കിളിന് ബൈ പറ. ബൈ. ബൈ. ആന്റിക്ക്? ബൈ. ഓക്കെ ഓക്കെ വേലു, സീ യു. എടി, എന്താ? ഒരു ചെറിയ ബുള്ളറ്റ് കൊണ്ടതാ, വേറൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താ എല്ലാം ശരിയാവുന്നേ. എങ്ങനെയാ പറ്റിയത്? നമ്മുടെ നാട്ടിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാ. അയൽ രാജ്യങ്ങളിൽ അവർക്ക് ഏതൊക്കെ ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടെന്നും നമ്മുടെ ഗവൺമെന്റ് സീക്രട്ട് ആയിട്ട് ഒരു ഫയൽ റെഡി ചെയ്യുന്നുണ്ട്. ആ ഫയൽ റെഡി ചെയ്യാനായിട്ട് 3 റിട്ടയർഡ് ജഡ്ജിമാരെ നിയമിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. അവർ തരുന്ന ആ സ്റ്റേറ്റ്മെന്റ് വെച്ചായിരിക്കും ഇവിടെയുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ തടയാൻ കഴിയുക. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് റെഡി ചെയ്യാൻ വിടാതെ ആ 3 ജഡ്ജിമാരെയും കൊന്ന് നമ്മുടെ ഗവൺമെന്റിന് ഒരു വലിയ തലവേദന കൊടുക്കണമെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു. അവരെ രക്ഷിക്കാൻ പോയ പ്രശ്നത്തിൽ ഉണ്ടായതാണ് ഈ മുറിവ്. ടെററിസ്റ്റുകളെ എല്ലാരും കൊന്നു കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല. ചേട്ടാ, അവര് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും? എനിക്കൊന്നും സംഭവിക്കില്ല. എന്തിനാ കട്ടിന്ന്? നീ സംസാരിക്കേ. ഫ്രണ്ടാ വിളിക്കുന്നത്. പിന്നെ സംസാരിച്ചോളാം. എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിച്ചിട്ട് വാ. ഓക്കെ. ഹലോ. ഹലോ നസ്രിയ ബേഗം, സുഖമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ ഭർത്താവ്? അതെ, പോലീസ് ഓഫീസർ കതിർവേല്. എങ്ങനെയുണ്ട്? ജീവൻ കിട്ടുവോ? ഒട്ടും മനസാക്ഷിയില്ലാതെ മനുഷ്യരെ കൊല്ലുന്ന നീ പോലും ജീവനോടെ ഉള്ളപ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ പോരാടുന്ന എന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാനും ഞാൻ അനുവദിക്കില്ല. അവന്റെ അടുത്ത് ഇത്രയും സ്നേഹം? നീ അവനെ കൊല്ലാൻ വേണ്ടിയാ പോയത്, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കാതെ ഒരു വേഗത്തിലെടുത്ത തീരുമാനമാത്. അതെ, ഇപ്പോഴാ ഞാൻ ശരിയായവരാരാണ് തെറ്റായവരാരാണെന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ എല്ലാവരും തെറ്റായ ആൾക്കാരാ. അപ്പോ ഞങ്ങള് തെറ്റായ ആൾക്കാര്? അതെ. അപ്പൊ നിന്റെ അച്ഛൻ എന്ത് നാവിറങ്ങിപ്പോയോ? ഉത്തരം പറ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കൂട്ടത്തിനോടൊപ്പം എന്റെ അച്ഛൻ ചേർന്നത് തെറ്റാണ്. അപ്പൊ നിന്റെ അച്ഛനെ കൊന്നവനെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത്? അപ്പോ എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി അല്ലേ? അതെ, അദ്ദേഹം എന്റെ അച്ഛനെ വേണമെന്ന് വെച്ചിട്ട് കൊന്നതല്ല. ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ അച്ഛനും മരിച്ചുപോയി. അപ്പോ നീ അവനെ കൊല്ലില്ല? അദ്ദേഹത്തിന് എന്തിനാടാ കൊല്ലുന്നേ? ജനങ്ങൾക്ക് മുഴുവനും ആപത്തായിട്ടുള്ള നിങ്ങളെ വേണം കൊന്നൊടുക്കാൻ. ഏയ്, ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ നിന്റെ ഭർത്താവിനെ പോക്കാൻ പറ്റും. എന്റെ ഭർത്താവിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്തുള്ള എന്നെ പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല.
മനസ്സിലായല്ലോ? പറ ശ്വേത. ശ്വേത ഒന്നും പറയില്ല, ഞാൻ പറയും. ആരടാ നീ? എന്റെ ബയോഡേറ്റ വെച്ചെന്ത് എനിക്ക് ജോലി വാങ്ങിച്ചു തരാൻ പോകുന്നു. നിന്റെ ഭാര്യ വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ മാത്രം തനിച്ചു വരണം. വരടാ. ഹലോ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. ഭാര്യ അന്വേഷിച്ച് അലയായിരിക്കും. കണ്ടുപിടിച്ചോ? കിട്ടിക്കാണില്ലല്ലോ. ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ തന്റെ ഭാര്യ തനിക്ക് കിട്ടും.
ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചു. എന്തിനാണെന്ന് ചോദിക്കില്ലേ? എന്തിന്? എന്റെ അച്ഛനെ കൊന്നവനെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലണം. നിന്റെ ദേഷ്യത്തിൽ ന്യായമുണ്ട്. പക്ഷേ എന്തിനാ കൊല്ലാത്ത? നിന്റെ അച്ഛൻ ആരായിരുന്നു? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളോ, അല്ല സമുദായത്തിന് വേണ്ടി പോരാടിയ ആളോ? ഏതോ തീവ്രവാദികളുടെ കൂടെ ചേർന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു. പിന്നീടാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലായത്. ശരി, ഇപ്പോ എന്ത് ചെയ്യാൻ പോവാ? I love you.